കോഴിക്കോട് കുന്നമംഗലം പടനിലം LP സ്കൂളിലും വെള്ളം കയറി. സമീപത്തെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് സ്കൂളിൽ വെള്ളം കയറിയത്. മഴ കുറഞ്ഞാലും പുഴയിലെ വെള്ളം കുറയാതെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് എത്താൻ സാധിക്കില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. KT വിഭീഷണ റിപ്പോർട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്കൂളിൻ്റെ വരാന്തയിലാണ്. കോഴിക്കോട് കുന്നമംഗലം പടനിലത്തുള്ള ഗവൺമെൻറ് LP സ്കൂളിൻ്റെ സ്കൂൾ വരാന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ചുറ്റും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് സ്കൂളിലേക്ക് പൂർണ്ണമായും വെള്ളം കയറിയിട്ടുള്ളത്. താഴെ നിലയിലുള്ള എല്ലാ ക്ലാസ്സുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇത് സമീപത്ത് കാണുന്നത് 1ാം ക്ലാസ്സാണ്. ഈ 1ാം ക്ലാസ്സിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായും വെള്ളം കയറിയ സ്ഥിതിയിലാണ് ഉള്ളത്. അവിടെ ഈ ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. സമീപത്ത് തന്നെ പുഴയുണ്ട്. ഈ പുഴയിൽ നിന്നുമാണ് വെള്ളം ഇത്രയും അധികം ഈ ക്ലാസ്സുകളിലേക്ക് കയറിയിട്ടുള്ളത്. മുട്ടിന് മുകളിലേക്ക് തന്നെ വെള്ളമുണ്ട് എന്നുള്ളതാണ്. വരാന്തയ്ക്ക് പുറത്തേക്കൊക്കെ ചുറ്റും വെള്ളമാണ്. അതായത് സ്കൂൾ ഈ വെള്ളത്തിൽ മൂടിപ്പെട്ട് കിടക്കുന്ന സ്ഥിതിയിലാണ് ഉള്ളത്. സാധാരണ 2018-ലും 2024-ലുമാണ് ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാര്യമായി വെള്ളം വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഇത്തവണ ഇത് വ്യത്യസ്തമായി വെള്ളം ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്രതീക്ഷിതമായാണ് ഇത്രയും അധികം വെള്ളം സ്കൂളിലേക്ക് ഇരച്ച് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബെഞ്ചും ഡെസ്കും ഉൾപ്പെടെയുള്ളവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇതൊന്നും മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ചുറ്റുവട്ടത്തും സമാനമായ രീതിയിൽ സമീപത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആളുകളൊക്കെ ഇവിടെ നിന്നും മാറി താമസിക്കേണ്ട ഒരു സ്ഥിതി കൂടിയാണ് ഉള്ളത്. രണ്ടായിരത്തി 18-19 ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ടൈമാണ്. അതിൽ പിന്നെ സ്കൂള് പൂർണ്ണമായിട്ട് പ്രവർത്തന സജ്ജമായിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അന്നും ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. സ്കൂൾ തുടങ്ങിയ ശേഷം 2024 കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് ഉള്ളിലേക്ക് വെള്ളം എത്തിയിട്ടുള്ളത്. ഇത് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒഴുകിയെത്തുന്നതാണോ? ഇത് പിന്നെ ഇന്നലെ പെട്ടെന്ന് ഒരു വൈകുന്നേരം സമയത്ത് 3 മണിക്ക് ശേഷമാണ് പെട്ടെന്ന് വെള്ളം വന്നത്. അത് ആ ഒരു സമയത്ത് PTA-യും സ്കൂളിൻ്റെ കമ്മിറ്റിയും പെട്ടെന്ന് ഇടപെട്ട് അതിൽ അപ്പുറത്ത് വരുന്നത് കിച്ചണാണ്. അതിലുള്ള അരി സാധനങ്ങൾ അങ്ങനത്തെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു ഇതിൽ. ആ ബോർഡുകളൊക്കെ മുകളിലേക്ക് കയറ്റിയതാണ്. ഈ വെള്ളം വരുന്നതിന് മുമ്പ് തന്നെ മുകളിലേക്ക് എത്തിച്ചതാണ്. ഇതിനിപ്പോൾ വെള്ളം ഇറങ്ങിപ്പോകേണ്ട സമയം കഴിഞ്ഞോ? എങ്ങനെ ഇറങ്ങുന്നുണ്ടോ വെള്ളം? വെള്ളം ഇപ്പം കുറച്ച് നേരമായിട്ട് ഒരേ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ മേലെയായി ഒരേ ലെവലിലാണ്. ചെറിയ രീതിയിൽ വരുന്നുണ്ട്, എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികൾക്ക് തിരിച്ച് വരണമെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും തോന്നുന്നില്ല? സമയം എടുക്കും. കാരണം ഇത് വെള്ളം ഇറങ്ങി പിന്നെ അത് ക്ലീനിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ പോകണം. ക്ലീൻ ചെയ്തിട്ടും ഇതിൽ കുട്ടികളാണ് വരാനുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ ഇത് മാറ്റിയെടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് വരാൻ കഴിയുള്ളൂ. ചുറ്റുവട്ടവും നോക്കിയാൽ ഒരു തരത്തിലും സ്കൂളിൻ്റെ ഭാഗത്തേക്ക് കുട്ടികൾക്ക് വരാൻ സാധിക്കാത്ത നിലയിൽ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ട്. സമീപത്ത് തന്നെ പുഴയുണ്ട്, അവിടെ ഒഴുക്കുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തേക്കൊന്നും തന്നെ വരാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. സ്കൂളിന് ചുറ്റുവട്ടത്തും വീടുകളുമുണ്ട്. ആ വീടുകളിലും പൂർണ്ണമായും വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഒരു മഴക്കെടുതിയാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഒരു സ്കൂൾ തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ അകപ്പെട്ടു പോയ സ്ഥിതിയിലുള്ളത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.